ടീമിന്റെ സമീപകാലത്തെ ദയനീയ പ്രകടനങ്ങൾ വിലയിരുത്തിയ ശേഷം കടുത്ത നടപടിയിലേക്ക് നീങ്ങുകയാണ് BCCI. ഇന്ത്യൻ ക്രിക്കറ്റിനെ അടിമുടി ഉടച്ചു വാർക്കുകയെന്ന ലക്ഷ്യത്തോടെ BCCI 10 അച്ചടക്ക മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. മുഴുവൻ താരങ്ങൾക്കും ഇവ ബാധകവുമാണ്. ഇന്ത്യൻ ടീമിലേക്കുള്ള സെലക്ഷന് വേണ്ടി മുഴുവൻ താരങ്ങളും ഇനി നിർബന്ധമായും ആഭ്യന്തര ക്രിക്കറ്റിൽ കളിച്ചേ തീരൂ. ടീം സെലക്ഷന് മാത്രമല്ല, BCCIയുടെ മുഖ്യ കരാറിൽ ഇടം പിടിക്കുന്നതിനും ഇനി ഇത് നിർബന്ധമാണ്. കൂടാതെ ഇനി മുതൽ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിട്ടുള്ള മുഴുവൻ കളിക്കാരും ടീം ബസ്സിൽ തന്നെ നിർബന്ധമായും യാത്ര ചെയ്യണം. മത്സരങ്ങൾക്ക് മാത്രമല്ല, പരിശീലന സെഷനുകൾക്കും ഇത് ബാധകമാണ്. ഇന്ത്യൻ താരങ്ങൾക്ക് ഇനി ഒപ്പം കൊണ്ടുപോകാവുന്ന ബാഗേജുകളുടെ കാര്യത്തിലും നിയന്ത്രണം ഏർപ്പെടുത്തി. 30 ദിവസത്തിലധികം നീളുന്ന വിദേശ പര്യടനങ്ങൾക്കായി 5 ലഗേജുകൾ അല്ലെങ്കിൽ 180 കിലോഗ്രാം വരെ മാത്രമേ അനുവദിക്കുകയുള്ളൂ. സപ്പോർട്ട് സ്റ്റാഫുകൾക്ക് 2 ലഗേജുകൾ അല്ലെങ്കിൽ 80 കിലോഗ്രാം വരെ അനുവദിക്കൂ. കളിക്കാർ തങ്ങൾക്കൊപ്പം പേഴ്സണൽ സ്റ്റാഫുമാരെ കൊണ്ടുപോകുന്നതിലും നിയന്ത്രണം വന്നിട്ടുണ്ട്. പേഴ്സണൽ മാനേജർമാർ, ഷെഫുമാർ, അസിസ്റ്റന്റുകൾ, സെക്യൂരിറ്റി എന്നിവരെല്ലാം ഇതിൽ ഉൾപ്പെടും. BCCIയുടെ അംഗീകാരമില്ലാതെ ഇനി ഇവരെ അനുവദിക്കില്ല. ഇനി മുതൽ ഇന്ത്യൻ ടീമിന്റെ പരിശീലന സെഷനിടെ കളിക്കാർക്ക് നേരത്തെ അവിടെ നിന്ന് മടങ്ങാനും അനുമതിയുണ്ടാകില്ല. പരിശീലന സെഷനുകളിൽ മുഴുവൻ സമയവും എല്ലാ കളിക്കാരും ഇവിടെ തുടരേണ്ടത് പ്രധാനമാണ്. മാത്രമല്ല, പരിശീലന വേദികളിലേക്കുള്ള യാത്രകളും അവിടെ നിന്നുള്ള മടക്കവുമെല്ലാം ഒരുമിച്ചായിരിക്കുകയും വേണം. ഒരു പരമ്പരയ്ക്കിടെയോ വിദേശ പര്യടനത്തിനിടെയോ ഇനി വ്യക്തിപരമായിട്ടുള്ള ഫോട്ടോ ഷൂട്ടുകൾക്കും താരങ്ങൾക്ക് അനുവാദമില്ല. എന്നാൽ BCCIയുടെ ഒഫീഷ്യൽ ഷൂട്ടുകൾ, മറ്റു പരിപാടികൾ എന്നിവയിൽ താരങ്ങൾ നിർബന്ധമായും പങ്കെടുക്കുകയും വേണം. കൂടാതെ പ്രൊമോഷണൽ ഇവന്റുകളിലും കളിക്കാരുടെ സാന്നിധ്യം പ്രധാനമാണ്. ഇന്ത്യൻ താരങ്ങൾക്കൊപ്പം അവരുടെ കുടുംബാംഗങ്ങൾ യാത്ര ചെയ്യുന്നതിലും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ടീമിനൊപ്പമുള്ള പരമ്പരകളുടെ ഭാഗമാവുമ്പോൾ കളിക്കാർക്ക് നേരത്തെ നാട്ടിലേക്ക് മടങ്ങാനും ഇനി അനുവാദമില്ല. ഒരു നിശ്ചിത പരമ്പരയോ പര്യടനമോ തീരുന്നതുവരെ മുഴുവൻ കളിക്കാരും ടീമിനൊപ്പം തന്നെ തുടരണം. അതേസമയം BCCIയുടെ ഈ 10 മാർഗനിർദ്ദേശങ്ങളിൽ ഏതെങ്കിലും ലംഘിച്ചാൽ ശക്തമായ ശിക്ഷാ നടപടികളാണ് കളിക്കാരെ കാത്തിരിക്കുന്നതെന്നും BCCI അറിയിച്ചു.